ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ അതിലെല്ലാവർക്കും ഒരു ഫേവറേറ്റ് ചാപ്റ്റർ ഉണ്ടാവില്ലേ? വീണ്ടും വീണ്ടും പുറകിലേക്ക് പോയിട്ട് നമുക്കിങ്ങനെ വായിച്ച് ചിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സുഖമുള്ള കുറേ മെമ്മറീസ് തരുന്ന ഒരു ചാപ്റ്റർ. അതെന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ പലരുടെയിലും അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ഇനി ആ ഒരു ഫേസിനെ ഗോൾഡൻ എയറ, ഗോൾഡൻ ഡേയ്സ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതെനിക്കറിയില്ല. ആ ഫേസിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലായിരിക്കും. എന്തിന്, നമ്മൾ തന്നെ ആസ് എ പേഴ്സൺ ഒരുപാട് മാറിക്കാണും. അല്ലെങ്കിൽ ഒരു 50-90% ആൾക്കാരായിട്ട് നമുക്ക് ഒരു ബന്ധവും ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇമോഷണൽ കണക്ഷൻ പോലും ഇല്ലായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഹേർട്ടിൻ്റെ ഒരു കോർണറിൽ ആ ഒരു മെമ്മറിക്കുള്ള പ്ലേസ് അത് ഒട്ടും മാറില്ല. അതെന്താണോ അങ്ങനെ സംഭവിക്കണത് എനിക്കറിയില്ല. ഇന്ന് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഇതിനേക്കാൾ സുഖം തന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു മെമ്മറി അത് അവിടെ തന്നെ കിടക്കും. അത് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മറ്റെന്ത് കാര്യം ഓർത്താലും നമുക്ക് കിട്ടില്ല. അതെന്താണോ അങ്ങനെ? ഇനി എനിക്ക് മാത്രമാണോ എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഓർക്കുമ്പോൾ കൂടെ തന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തിനാണ് നമ്മളെ ദൈവം കൊണ്ടുപോയി ഇടുന്നത്, അല്ലേ? അങ്ങനെയുള്ള മെമ്മറീസ് എന്തിനാണ് നമുക്ക് തരുന്നതാണ്? നമ്മുടെ ലൈഫ് ലോങ് ഫുള്ള് നമ്മുടെ കൂടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊരു മെമ്മറി അല്ല എങ്കിൽ എന്തായിരിക്കും അങ്ങനെ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നോ? എന്തോ റാൻഡം തോട്ട് ഓഫ് ദി ഡേ. താങ്ക് യു.